ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ദക്ഷ ഡിഫൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ട ഫുൾ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും വന്നിട്ടുള്ള ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം ബുക്കിലുള്ളത് കാണാം, എന്നിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ എല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടില്ലേ? സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോറി, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ദ കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ഒക്കേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്രോയിങ് ആംഗ്ലോ റഷ്യൻ റിവാലറി ഇൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. അതായത് ആംഗ്ലോ റഷ്യൻ റിവാലറി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷും റഷ്യയും തമ്മിലുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. അതായത് രാജ്യങ്ങൾ കീഴടക്കാനും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ളൊരു മത്സരം. സോ അതിന് അവർ സിന്ധ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സിന്ധ് വാസ് അനക്സ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ 1837 AD. അതായത് സിന്ധ് എന്താണെന്ന് അറിയാത്തവർ, സിന്ധ് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കുന്നതായിരിക്കും. സിന്ധ് എന്താണെന്ന് അറിയാത്തവർ, സിന്ധ് ഒരു രാജ്യമായിരുന്നു. അപ്പോൾ ഈ സിന്ധ് ഇന്ത്യയിലേക്ക് കടക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു. അതായത് റഷ്യയ്ക്കൊക്കെ ഇന്ത്യയിലേക്ക് കടക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു. സോ സിന്ധ് ബ്രിട്ടീഷുകാരുടെ അനക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൽ ഏർപ്പെടുത്തുക. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഏർപ്പെടുത്തിയത് 1837 AD സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോ ഈസ് ആർ കറക്റ്റ്. ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ബോത്ത് 1 and 2, നൈദർ 1 or 2. ഓക്കെ, നമുക്കിത് ഡീറ്റെയിലായിട്ട് പഠിച്ചാലോ. അതായത് ഈ സിന്ധ് അനക്സേഷനും ആംഗ്ലോ റഷ്യൻ റിവാലറി എന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ടോപ്പിക്, അതായത് അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. ഓക്കെ, ഈ ടോപ്പിക്ക് വന്നിരിക്കുന്നത് this question come from expansion of British rule in India. അതായത് ബ്രിട്ടീഷ് റൂളിൻ്റെ എക്സ്പാൻഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അവരുടെ എക്സ്പാൻഷൻ, അവരുടെ പവറും അവരുടെ അധികാര പരിധിയും വർദ്ധിപ്പിക്കാൻ എക്സ്പാൻഷൻ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഹിസ്റ്ററിയിൽ ഭാഗമുണ്ട്, എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആ പോർഷനിലാണ് ഇത് വരുന്നത്, ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് 19ാം നൂറ്റാണ്ട്, ഡ്യൂറിങ് ദ 19th century the two powerful countries competing, Britain and Russia. അതായത് 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനും റഷ്യയുമായിരുന്നു കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇവർ രണ്ടുപേരും വളരെ സ്ട്രോങ്. അപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ പവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വളരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ ബ്രിട്ടീഷായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഏഷ്യയിലായിട്ട് ഒരു വിദേശ ശക്തിയായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ റഷ്യ എന്ത് കാണിച്ചു? അവരുടെ എക്സ്പാൻഡിങ് അവർ കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അവരുടെ വികാസം, അതായത് വികസനം അവർ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അതായത് രാജ്യങ്ങൾ അവർ കയ്യിലേക്ക് കൊണ്ടേ വന്നിരുന്നു. അവർ സെൻട്രൽ ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ സൈഡൊക്കെ അവർ പിടിച്ചടക്കി കൊണ്ടുവന്നു. സോ അഫ്ഗാനിസ്ഥാൻ സൈഡൊക്കെ എത്തിയപ്പോഴേക്കും ബ്രിട്ടൻ കെയിം അഫ്രൈഡ്. ബിക്കോസ് ബ്രിട്ടൻ പേടിച്ചു. കാര്യം അവരിനി അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞ് സിന്ധും കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ മേ ബി അറ്റാക്ഡ്. അതായത് ഇന്ത്യ അവർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്ലോ റഷ്യൻ റിവാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷും ഇന്ത്യയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ. അത് ഞാൻ പറയാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞ് സിന്ധിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ മേ ബി അറ്റാക്ഡ്. കാരണം ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പവർ ഇന്ത്യയിൽ കുറയും. ഓക്കെ, സോ അപ്പോൾ ദിസ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇസ് കോൾഡ് ആംഗ്ലോ റിവാലറി. അപ്പോൾ ദിസ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഈസ് കോൾഡ് ആംഗ്ലോ റിവാലറിയാണ് ഈ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ പറയുന്നത്. ഓക്കെ,
ഇതാണ് ദ ഗ്രേറ്റ് ഗെയിം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി ഇത് CAPF പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ CAPF ആകുമ്പോൾ SSCക്കും എല്ലാത്തിനും ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി അടുത്ത് പ്രധാനമായും വരാനുള്ള സംശയം, വൈ സിന്ധ് ബിക്കേം ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് സിന്ധ് ചൂസ് ചെയ്യണം? അപ്പോൾ സിന്ധ് ചൂസ് ചെയ്യണം മെയിൻ കാര്യം നിയർ അഫ്ഗാനിസ്ഥാൻ. അതായത് ഒന്നാമത്തെ പോയിന്റ് നിയർ അഫ്ഗാനിസ്ഥാൻ. പിന്നെ നിയർ നോർത്ത് വെസ്റ്റേൺ റൂട്ട് ഓഫ് ഇന്ത്യ. നോർത്ത് വെസ്റ്റേൺ സൈഡിലുള്ള റൂട്ടാണ്. അപ്പോൾ കാരണം റഷ്യക്ക് വരാൻ ഏറ്റവും സുഖമുള്ള റൂട്ട് നോർത്ത് വെസ്റ്റേൺ റൂട്ടാണ്. പിന്നെ കൺട്രോൾ ഇൻഡസ് റിവർ റീജിയൻ. അതായത് ഇൻഡസ് റിവർ റീജിയൻ. ഇൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും എന്നും നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്ന ജീവനാടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കൾച്ചേഴ്സിൻ്റെ ഒക്കെ തുടക്കമായ ഇൻഡസ് റിവറാണ്. അപ്പോൾ അതും കിട്ടുക എന്ന് പറഞ്ഞാൽ സിന്ധ് കൈയടക്കുന്നതിന് അതും ഇൻഡസ് റിവർ റീജിയനും കിട്ടും. സോ അതും വലിയൊരു പവറാണ്. ഓക്കെ, അപ്പോൾ ഇൻഡസ് റിവർ റീജിയനും സിന്ധിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രേഡ് ആൻഡ് മിലിറ്ററി മൂവ്മെൻറ്റ്. അതായത് ഈ സ്ഥലം ട്രേഡിനും അതായത് കച്ചവടത്തിനും മിലിറ്ററി മൂവ്മെൻറ്റിനും പറ്റിയ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഈ പോയിൻറ്റ്സൊക്കെ ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ കൊണ്ട് ബ്രിട്ടീഷ് എന്ത് കരുതി? ബ്രിട്ടീഷ് തോട്ട് ഇഫ് വി കൺട്രോൾ സിന്ധ് റഷ്യ കനോട്ട് യൂസ് ദിസ് റൂട്ട്. അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ബ്രിട്ടീഷുകാർ സിന്ധിനെ അവരുടെ കൺട്രോൾ കൊണ്ടുവരികയാണെങ്കിൽ റഷ്യക്ക് ഒരിക്കലും ഈ റൂട്ടിലൂടെ വരാൻ കഴിയില്ല. സോ അവരുടെ ഡെഡ് എൻഡ് ആണല്ലോ. സോ എന്നും ഇന്ത്യ ബ്രിട്ടൻ്റെ അണ്ടറിൽ ഇരിക്കുമല്ലോ. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു സിന്ധ് അവർ അറ്റാക്ക് ചെയ്ത് സിന്ധ് അവർ പിടിച്ചടക്കിയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, അതായത് ഈ സിന്ധിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി, അതായത് സിന്ധിലെ രാജാവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ നിയമിച്ച വ്യക്തി ആരാണ്? സർ ചാൾസ് നാപ്പിയർ. സർ ചാൾസ് നാപ്പിയർ ആണ് ഏൽപ്പിച്ചത്. ഹീ കോൺഗേർഡ് സിന്ധ് ഫോർ ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷിന് വേണ്ടി സിന്ധ് കീഴ്പ്പെടുത്തിയത് പുള്ളിയാണ്. ഓക്കെ, കറക്റ്റ് ഇയർ എന്നാണ്? വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1843. ഓക്കെ, 1843, അതായത് 1843. ഇതൊക്കെ എല്ലാവരും ഓർത്ത് വയ്ക്കുക. സോ നമ്മളിപ്പോൾ സിന്ധ് അനക്സേഷനും ആംഗ്ലോ ബ്രിട്ടീഷ് റിവാൽറിയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. സോ ഇതിനും കൂടി പഠിച്ച ശേഷം നമ്മളിനിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. എന്തായിരുന്നു നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന്? ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1. The conquest of Sindh occurred as a result of growing Anglo-Russian rivalry in Europe and Asia. അതായത് ഈ ആംഗ്ലോ റഷ്യൻ റിവൽറി അതിൻ്റെ ഗ്രോവിങ്സിനെ തടയാൻ വേണ്ടിയിട്ട് സിന്ധ് അവർ ഒക്യൂർ ചെയ്തു എന്നുള്ളത് സത്യമാണോ? അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് സത്യമാണല്ലോ. കാര്യം ആംഗ്ലോ റഷ്യൻ റിവൽറിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയാണ് സിന്ധ്. സോ ഓപ്ഷൻ അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് 1 റൈറ്റ് ആണ്. ഓക്കെ, അടുത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് സേസ് ബ്രിട്ടീഷ് ക്യാപ്ചേർഡ് സിന്ധ് ബിക്കോസ് റഷ്യ വാസ് ബിക്കമിങ് പവർഫുൾ. അതായത് റഷ്യ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിന്ധിനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ ഇന്ത്യ റഷ്യയുടെ അണ്ടറിലാവും. ഓക്കെ, ബ്രിട്ടൻ ഫിയർഡ് റഷ്യാസ് എക്സ്പെൻഷൻ. അതായത് റഷ്യയുടെ വളർച്ചയെ ബ്രിട്ടൻ ഭയന്നിരുന്നു. ബ്രിട്ടൻ വാണ്ടഡ് ടു സെക്യൂർ ഇന്ത്യ. ബ്രിട്ടൻ അതുകൊണ്ട് ഇന്ത്യ സെക്യൂർ ആക്കണമായിരുന്നു. ഈസ് ദിസ് ദ ഹിസ്റ്റോറിക്കലി കറക്റ്റ്? അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് എക്സാക്ട്ലി ട്രൂ. അത് ട്രൂത്താണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. നമ്മൾ തെളിയിച്ചു സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിച്ചു. നേരത്തെ റഷ്യ മൂവിങ് ക്ലോസർ, ബ്രിട്ടൻ അഫ്രൈഡ്, ബ്രിട്ടൻ ക്യാപ്ചേർഡ് സിന്ധ്. നൗ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2. അത് നമ്മൾ ഈ റഷ്യ മൂവിങ് ക്ലോസർ ആയത് ബ്രിട്ടൻ അഫ്രൈഡ് ആയതുകൊണ്ട് ബ്രിട്ടൻ സിന്ധിനെ ക്യാപ്ചർ ചെയ്തു. ഇതാണ് പോയിന്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? നൗ അനലൈസ് സ്റ്റേറ്റ്മെൻറ്റ് 2. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 2, സിന്ധ് വാസ് അനക്സ്ഡ് ബൈ ബ്രിട്ടീഷ് ഇൻ 1837 AD. അതായത് അവർ പറയുന്നത് 1837 AD സിന്ധ് ബ്രിട്ടീഷ് അവരുടെ കൺട്രോളിലാക്കിയതാണ്. പക്ഷേ അത് തെറ്റാണ്. കാര്യം നമ്മൾ ഇയർ പഠിച്ചതാണ് 1843 ആണ്. അത് 1843 എന്ത് ബ്രിട്ടൻ അവരുടെ കൺട്രോളിലാക്കുന്നത്. ഓക്കെ, 1843. സോ 1837 AD ഒരു റോങ് ആൻസറാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് ശരി, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. സോ കറക്റ്റ് ഇയർ എന്നാണ്? കറക്റ്റ് ഇയർ
കറക്റ്റ് ഇയർ 1843 ഓക്കെ. 1843. സോ 1837 ഈസ് എ റോങ് ആൻസർ. സോ അപ്പോൾ എന്താണ് 1843 നടന്നത്? ഓക്കെ, നമുക്കതൊരു ഡീറ്റെയിൽഡ് പഠിക്കാം. ഓക്കെ, അതായത് 1843 വാട്ട് ഹാപ്പൻഡ് ഇൻ 1843. 1843 സർ ചാൾസ് നാപ്പിയർ ഡിഫീറ്റ് ദ അമീഴ്സ് ഓഫ് സിന്ധ്. അതായത് സിന്ധിലെ അമീഴ്സിനെ സർ ചാൾസ് നാപ്പിയേഴ്സ്, ബ്രിട്ടീഷുകാർ നിയമിച്ച സർ ചാൾസ് നാപ്പിയർ, പേര് ഓർത്ത് വയ്ക്കാൻ മറക്കരുത്, 1843 അവരെ ഡിഫീറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് സിന്ധ് ബിക്കെയിം ദ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇതിനുശേഷം സിന്ധ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ഭാഗമായി മാറി. സോ സ്റ്റേറ്റ്മെൻറ്റ് ദെർഫോർ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്. അതായത് 2 ഫാൾസ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് ശരി. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ദ കറക്റ്റ് ആൻസർ ആംഗ്ലോ റഷ്യൻ റിവൽറി വാസ് എ റീസൺ. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഈ ആൻസർ ഒന്ന് നമ്മൾ ആ ക്വസ്റ്റിന് പോയി ആൻസർ ചെയ്താലോ? ഓക്കെ, സോ ഇതാണ് ഓപ്ഷൻസ്. ഓക്കെ, സോ ഇതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓൺലി 1, ഓൺലി 2, ബോത്ത് 1 and 2, നൈദർ 1 or 2. സോ 2 ഉള്ള ഓപ്ഷൻസ് ഒക്കെ 2 റോങ് ആയതുകൊണ്ട് 2 ഉള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഓൺലി 2 ക്യാൻസൽഡ് ആണ്, ബോത്ത് 1 and ഓൺലി 2 ക്യാൻസലാണ്, ബോത്ത് 1 and 2 ക്യാൻസലാണ്, നൈദർ 1 or 2 ക്യാൻസലാണ്. സോ ഏതാണ് റൈറ്റ് ആൻസർ? ഓൺലി 1. അതായത് ഓൺലി 1 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് റൈറ്റ് ആൻസർ മാത്രമാണ് മാർക്ക് ചെയ്യാം. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഓൺലി 1. ഓക്കെ, സോ ഓൺലി 1 ഈസ് എ റൈറ്റ് ആൻസർ. സോ ഇതെല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും സിന്ധ് അനക്സേഷനും ആംഗ്ലോ റഷ്യൻ റിവൽറിയും മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഇതുപോലുള്ള മറ്റു വീഡിയോസിനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലും എത്തിക്കുക. സോ ദക്ഷ ഡിഫൻസ് അക്കാദമിയുടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.